കോഴി എന്തിനാണ് റോഡ് മുറിച്ച് കടന്നത്? അല്ലെങ്കിൽ വൈ ഡിഡ് ദ ചിക്കൻ ക്രോസ് ദ റോഡ്? തമാശ നിറഞ്ഞ ഒട്ടേറെ ഉത്തരങ്ങൾക്ക് വഴികാട്ടിയ ചോദ്യം. ഇന്റർനെറ്റിലൊന്ന് തിരഞ്ഞാൽ ആൽബർട്ട് ഐൻസ്റ്റീൻ മുതൽ ഹിലരി ക്ലിന്റൺ വരെ ഈ ചോദ്യത്തിന് നൽകിയ ഉത്തരങ്ങൾ കാണാം. പക്ഷേ നമ്മുടെ ചോദ്യം കോഴികൾ എന്തിന് കുറുക്കു വഴിയിലൂടെ ചെക്ക് പോസ്റ്റ് കടക്കുന്നുവെന്നതാണ്. ഉത്തരം കിട്ടാൻ ഇന്റർനെറ്റ് പരതേണ്ട ആവശ്യമില്ല. നികുതി വെട്ടിക്കാൻ, ചെക്ക് പോസ്റ്റിലെ ഉദ്യോഗസ്ഥർക്ക് കൈക്കൂലി കിട്ടാൻ എന്നിങ്ങനെ ആണ് ഉത്തരങ്ങൾ. കേരളത്തിൽ കോഴി വളർത്തൽ വ്യാപകമാക്കി മന്ത്രി ശ്രീ ദിവാകരനും ചെക്ക് പോസ്റ്റിൽ അഴിമതിയില്ലാതാക്കി മന്ത്രി തോമസ് ഐസക്കും ഈ വെട്ടിപ്പ് തടയാൻ കിണഞ്ഞു പരിശ്രമിക്കുകയാണ്. കേരളത്തിൽ കോഴി വളരുന്ന മട്ടില്ല. ചെക്ക് പോസ്റ്റിലെ അഴിമതി തളരുന്ന ലക്ഷണവുമില്ല. കാട്ടുകോഴിക്കെന്ത് വാവും സംക്രാന്തിയും എന്ന അതേ മട്ടിലാണ് ചെക്ക് പോസ്റ്റിലെ ഉദ്യോഗസ്ഥരുടെ നിലപാട്. കോഴിക്കെന്ത് ചെക്ക് പോസ്റ്റ് നികുതിയും. തിരുവനന്തപുരത്ത് നിന്ന് സുദീപ് സാമർഗീസിന്റെ റിപ്പോർട്ടിലേക്ക്. കേരളത്തിലെ തീൻമേശകളിലേക്ക് തമിഴ്നാട്ടിൽ നിന്നും കോഴികൾ കടന്നുവരുന്ന വഴികളിലൊന്നായ അമരവിള ചെക്ക് പോസ്റ്റ്. ഇവിടെ വിളയുന്നത് അഴിമതിയാണെന്ന് മാത്രം. തമിഴ്നാട്ടിലെ ഫാമുകളിൽ വളരുന്ന കോഴികൾ അവർക്ക് കേരളം ഒന്ന് കാണണമെന്ന് തോന്നിയപ്പോൾ അതിർത്തി കടത്തിവിടാൻ തയ്യാറായി കുറെ നല്ല മനുഷ്യർ ഇരുചക്ര വാഹനങ്ങളിൽ കാത്തുനിൽക്കും. ഈ കോഴികളെ കേരളത്തിലേക്ക് എത്തിക്കുന്ന നല്ല മനുഷ്യരിൽ നിന്ന് നികുതി പിരിക്കുന്നത് മഹാപാപം എന്ന മട്ടിലാണ് ചെക്ക് പോസ്റ്റിലെ ഉദ്യോഗസ്ഥരുടെ പ്രവൃത്തിയെന്ന് തോന്നുന്നു. നികുതി വെട്ടിച്ച് ഇങ്ങനെ കേരളത്തിലേക്ക് സഞ്ചരിക്കുന്ന ഓരോ കോഴിക്ക് വേണ്ടിയും കൃത്യമായ പടി ഈ ഉദ്യോഗസ്ഥരുടെ പോക്കറ്റിലേക്ക് കൂകി പറന്നെത്തുന്നുണ്ട് എന്നുകൂടി അറിയുമ്പോഴാണ് ഈ നല്ല മനസ്സിലെ കള്ളം മനസ്സിലാവുക. സർക്കാർ ഖജനാവിലെത്തേണ്ട നികുതി ഈ ഉദ്യോഗസ്ഥർക്കും പുട്ടും ചിക്കനും അടിക്കാനുള്ള മാസപ്പടിയായാണ് മാറുന്നത്. കോഴികളുടെ പേരിലാണെങ്കിലും കോടികളുടെ വെട്ടിപ്പാണ് അമരവിളയിൽ അഴിഞ്ഞാടുന്നത്. കോഴിക്ക് നികുതി അടയ്ക്കാനൊന്നും തയ്യാറാകാത്ത കുറെ പേർ, അവർക്ക് മുന്നിൽ കണ്ണടയ്ക്കുന്ന ഉദ്യോഗസ്ഥർ. ചെക്ക് പോസ്റ്റിലെ ക്രോസ് ബാറിന് 100 മീറ്റർ മാത്രം ദൂരെ ഒരു സമാന്തര പാത കണ്ടെത്തിയവരുടെ മിടുക്ക് അംഗീകരിക്കേണ്ടത് തന്നെ. സമാന്തര പാതയെക്കുറിച്ച് വാർത്ത വന്നതിനെ തുടർന്നാണ് ഞങ്ങൾ അമരവിളയിലേക്ക് യാത്ര തിരിച്ചത്. സമയം രാവിലെ 8:30 കഴിഞ്ഞു. ഹാൻഡിലും പിന്നിലുമായി തലകീഴായി തൂക്കിയിട്ടിരിക്കുന്ന കോഴികളെയും കൊണ്ട് പാറശാല ഭാഗത്തു നിന്നും വരുന്ന 2 ഇരുചക്ര വാഹനങ്ങൾ പെട്ടെന്നാണ് കൺമുന്നിൽപ്പെട്ടത്. ഞങ്ങളും വാഹനങ്ങൾക്ക് പിന്നാലെ കൂടി. അമരവിളയിലെ വിൽപ്പന നികുതി ചെക്ക് പോസ്റ്റിലെ ക്രോസ് ബാറിന് 100 മീറ്റർ അകലെ വാഹനങ്ങളെത്തി. സ്കൂട്ടർ ഓടിച്ചിരുന്ന വ്യക്തി പെട്ടെന്ന് ആരെയോ കൈവീശി കാണിച്ചു. ചെക്ക് പോസ്റ്റിൽ കാവൽ നിൽക്കുന്ന പോലീസുകാരനെ നോക്കിയാണ് കൈവീശിയതെന്ന് വ്യക്തം. ഇരുവാഹനങ്ങളും പൊടുന്നനെ ഇടത്തേക്ക് തിരിഞ്ഞ് അപ്രത്യക്ഷമായി. കാറിന് പോകാൻ കഴിയാത്ത വഴിയായതുകൊണ്ട് ഞങ്ങൾ ഹൈവേയിലൂടെ യാത്ര തുടർന്നു. ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന വിൽപ്പന നികുതി RTO പോലീസ് ഉദ്യോഗസ്ഥർക്കെല്ലാം നിസ്സംഗഭാവം. ഇടവഴിയിലൂടെ കയറിയവർ ചെക്ക് പോസ്റ്റിനപ്പുറം 200 മീറ്റർ മാറി ഇടവഴിയിലൂടെ കേരള ഹൈവേയിലേക്ക് പ്രവേശിച്ച് വീണ്ടും യാത്ര തുടർന്നു. ക്രോസ് ബാറിന് മുന്നിലെത്താതെ ഹൈവേയിൽ നിന്ന് സമാന്തര പാതയിലേക്ക് പ്രവേശിച്ചതും പിന്നീട് വീണ്ടും ഹൈവേയിലേക്ക് കയറിയതും പതിവ് പോലെ ചെക്ക് പോസ്റ്റിലിരിക്കുന്ന ഉദ്യോഗസ്ഥരുടെ കൺമുന്നിലൂടെ തന്നെയാണ് എന്നത് ഏറെക്കുറെ കൗതുകകരം. ചെക്ക് പോസ്റ്റിലെ ക്രോസ് ബാർ വെട്ടിച്ചു കിടക്കുന്ന കോഴിക്കടത്തുകാർ സംസ്ഥാന ഖജനാവിന് പ്രതിദിനം 3 ലക്ഷം രൂപയാണ് നഷ്ടപ്പെടുത്തുന്നത്. 50 മുതൽ 70 കോഴികളെ വരെയാണ് ഒരു ഇരുചക്ര വാഹനത്തിൽ കടത്തുന്നത്. ഒരു ബൈക്കിൽ ഇത്രയും കോഴികൾ ചെക്ക് പോസ്റ്റ് കാണാതെ കേരളത്തിലെത്തുമ്പോൾ ഖജനാവിന് നികുതി ഇനത്തിൽ നഷ്ടമാകുന്നത് 750 രൂപയാണ്. ഒരു ദിവസം ഇങ്ങനെ 400 ട്രിപ്പെങ്കിലും സമാന്തര പാത വഴി പറക്കാറുണ്ടെന്നാണ് ഏകദേശ കണക്ക്. മലയാളികളുടെ നാവിൽ വെള്ളമുറ്റുന്ന ഓരോ കോഴിക്കാലും 12.5% പ്രവേശന നികുതി അടച്ച് അതിർത്തിയിലൂടെ പ്രവേശിക്കണമെന്നാണ് വ്യവസ്ഥ. 40 രൂപ ശരാശരി വില കണക്കാക്കി ഓരോ കോഴിക്കും 6 രൂപ 20 പൈസ വീതം നികുതി. പക്ഷേ ഈ തുക വെട്ടിച്ചെന്ന് കരുതി സാധാരണക്കാർക്ക് ഗുണമൊന്നുമില്ല. അവൻ ഇപ്പോഴും കോഴിക്ക് കിലോയ്ക്ക് 80 രൂപയിലേറെ നൽകണം. കൊള്ളലാഭം കോഴിക്കടത്തുകാർക്കും ചെക്ക് പോസ്റ്റിലെ ഉദ്യോഗസ്ഥർക്കും മാത്രം. ജീവനുള്ളത് മാത്രമല്ല, ഡ്രസ് ചെയ്ത കോഴിയുമായി അതിർത്തി കടക്കുന്ന മിടുക്കന്മാരുണ്ട്. ലോറികളിലെത്തിക്കുന്ന ആയിരക്കണക്കിന് കോഴികളെ ഇവിടങ്ങളിലെ കോഴിക്കടകളിൽ മിനിറ്റുകൾ കൊണ്ട് ഡ്രസ് ചെയ്യാം. സ്ഥിരം ഹോട്ടലുകാർക്കും വിവാഹം പോലുള്ള ആവശ്യങ്ങൾക്കുമായാണ് പ്രധാനമായും കോഴിയിറച്ചി എത്തിക്കുന്നത്. ഡ്രസ് ചെയ്ത് 1 കിലോ കോഴിക്ക് 5 രൂപയെങ്കിലും പ്രതിഫലം കിട്ടും. സ്കൂട്ടറുകളിൽ ശരാശരി 100 കിലോയാണ് ഓരോ പ്രാവശ്യവും കൊണ്ടുപോകുന്നത്. ഒറ്റ ട്രിപ്പിൽ 500 രൂപ പോക്കറ്റിലാവും.
രണ്ടും അതിലേറെയും ട്രിപ്പ് ഓടുന്നവരുമുണ്ട്. ഇടുങ്ങിയ വഴിയാണ് ഈ സമാന്തരപാത. ഒരു സ്കൂട്ടറിന് കഷ്ടിച്ചു പോകാം. എന്നാൽ നിത്യാഭ്യാസി ആനയെ എടുക്കുമെന്ന് പറയുന്നത് പോലെ കടത്തുകാർക്ക് എല്ലാം എളുപ്പം. തമിഴ്നാട്ടിൽ നിന്ന് ലോറികളിലെത്തുന്ന കോഴികളെ തക്കല മുതൽ കളിയിക്കാവിള വരെ ദേശീയപാതയ്ക്ക് ഇരുവശവുമുള്ള കടകളിൽ ഇറക്കും. ഇവിടെ നിന്നാണ് ഇരുചക്രവാഹനങ്ങളിൽ അട്ടിയട്ടിയായി അടുക്കി വെച്ച് കടത്തുയാത്ര തുടങ്ങുന്നത്. ആറ്റിങ്ങൽ വരെയുള്ള കോഴിക്കടകളാണ് ഈ ഇരുചക്രവാഹനങ്ങളുടെ ലക്ഷ്യം. അപകട സൂചനകൾ നൽകാൻ ചെക്ക് പോസ്റ്റിന് സമീപം ഇടനിലക്കാർ നിലയുറപ്പിക്കും. മൊബൈൽ ഫോൺ വഴിയാണ് ഇരുചക്രവാഹനം ഓടിക്കുന്നവർക്ക് സന്ദേശമെത്തുന്നത്. ആരെയും ഭയപ്പെടേണ്ട കാര്യമില്ലാത്തതിനാൽ ഇടനിലക്കാർക്ക് പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല. വേണ്ടപ്പെട്ടവർക്ക് കൊടുക്കേണ്ടതൊക്കെ കൊടുത്തു. കാര്യങ്ങളൊക്കെ ഭംഗിയായി അറേഞ്ച് ചെയ്താൽ മാത്രം മതി. എന്തായാലും മനോരമ ന്യൂസ് അടക്കമുള്ള മാധ്യമങ്ങളിൽ വാർത്ത വന്നതിന് പിന്നാലെ അമരവിള ചെക്ക് പോസ്റ്റും അഴിമതി വിമുക്തമാക്കാനുള്ള പദ്ധതിക്ക് ധനമന്ത്രി തുടക്കമിട്ട് കഴിഞ്ഞു. അഴിമതി ഇല്ലാതാക്കാനുള്ള 5 ഇന പരിപാടിയും അദ്ദേഹം പ്രഖ്യാപിച്ചു. ഇവിടുത്തെ യഥാർത്ഥ സ്ഥിതി ജനങ്ങൾ അറിഞ്ഞപ്പോൾ ഇത് തുടരാൻ പാടില്ല എന്നൊരു ജനവികാരം ഇത് അവസാനിപ്പിക്കണോ, അങ്ങനെ ഒരു വികാരം ഉള്ളതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇവിടെ അഴിമതിരഹിത അമരവിള എന്ന മുദ്രാവാക്യം ഉയർത്തിയപ്പോൾ എല്ലാ കോണുകളിൽ നിന്നും ഇത്ര വലിയ ഒരു സ്വീകരണം ലഭിച്ചു. 2 തരത്തിലുള്ള അഴിമതിയാണ് അമരവിളയിൽ ഉള്ളതെന്നും മന്ത്രി കണ്ടെത്തി. ഒന്ന്, മാമൂൽ എന്ന ഓമന പേരിലുള്ള കൈമടക്ക്. ഇത് തന്നെ 2 തരത്തിലുണ്ട്, ഓർഡിനറിയും സ്പെഷ്യലും. ഓർഡിനറി മാമൂലിലെ ചില നിരക്കുകൾ ഇപ്രകാരമാണ്: മണൽ ലോറി 100 രൂപ, വലിയ മണൽ ലോറി 200 രൂപ, പലവ്യഞ്ജനം 100 രൂപ. പണം പിരിച്ചെടുത്താൽ പിന്നെ വീതം വയ്പാണ്. അതിനുമുണ്ട് ചില കണക്കുകൾ. ഓർഡിനറി മാമൂൽ 3ആയി വിഭജിക്കും. 3ൽ 2 ഭാഗം ഇൻസ്പെക്ടർക്ക്, 3ൽ 1 ശിപ്പായിമാർ സമമായി വീതം വയ്ക്കും. ഇനി സ്പെഷ്യൽ മാമൂൽ. തടി കൊണ്ടുവരുന്ന ലോറിക്കാരിൽ നിന്ന് 700 രൂപ വാങ്ങും. 500 രൂപ ഇൻസ്പെക്ടർക്ക്, 200 ക്ലർക്കിന്. മാർബിൾ ലോറിക്കാരിൽ നിന്നും ഈടാക്കുന്നതും ഇതേ നിരക്കിൽ തന്നെ. കോഴി കൊണ്ടുവരുന്നവരിൽ നിന്ന് ഇൻസ്പെക്ടർക്ക് 200 രൂപയും ക്ലാർക്കിന് 100 രൂപയുമാണ് പടി. ഇതുവരെ നടന്നത് നടന്നു. ഇനി ഇത് അനുവദിക്കില്ല എന്നാണ് മന്ത്രിയുടെ പ്രഖ്യാപനം. അങ്ങനെയാകട്ടെ എന്ന് നമുക്കും ആശംസിക്കാം. നികുതി വകുപ്പിന്റെ ജീപ്പിട്ട് ഈ പാത അടച്ചതുകൊണ്ട് ഇതുവഴിയുള്ള കടത്ത് ഏതാണ്ട് അവസാനിച്ച മട്ടാണ്. എങ്കിലും ചെക്ക് പോസ്റ്റിലെ സുഹൃത്തുക്കളുടെ പിന്തുണ ഉള്ളതുകൊണ്ട് മറ്റൊരു സമാന്തര പാത കണ്ടെത്താനുള്ള ശ്രമത്തിലായിരിക്കും കടത്തുകാർ. ചിലപ്പോൾ ഇതിനോടകം ആ പാത വഴി കടത്തും തുടങ്ങിയിട്ടുണ്ടാകാം. ക്യാമറമാൻ സുരേന്ദ്രൻ നായർക്കൊപ്പം അമരവിളയിൽ നിന്ന് സുദീപ് സാം വർഗീസ്, മനോരമ ന്യൂസ്. ദളിതരെ ഇപ്പോൾ ഉദ്ധരിച്ചു കളയുമെന്ന് പറഞ്ഞ് ഇക്കാലത്ത് നിരവധി സംഘടനകൾ രൂപം കൊള്ളുന്നുണ്ട്. പ്രതിമകൾ സ്ഥാപിച്ചു നടക്കുന്ന BSP നേതാവ് മായാവതി മുതൽ ഉദാഹരണങ്ങൾ ഒട്ടേറെ. കോഴികൾ കുറുക്കു വഴികളിലൂടെ കഷ്ടപ്പെട്ട് ചെക്ക് പോസ്റ്റ് കടക്കുന്നത് തീൻമേശകളിൽ വിഭവമാകാനാണ്. സമൂഹത്തിന്റെ പുറംപോക്കുകളിൽ നിന്ന് കുറുക്കു വഴികളിലൂടെ നിയമത്തെ മറികടക്കാൻ ശ്രമിക്കുന്നവർ വിഭവമാവുന്നത് ചിലരുടെ രാഷ്ട്രീയ മോഹങ്ങൾക്കും. ടോപ്പ് റിപ്പോർട്ടർ വീണ്ടും അടുത്ത ആഴ്ച ഇതേ സമയം. നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങളും അയക്കേണ്ട വിലാസം: പ്രൊഡ്യൂസർ